നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തെറാപ്പിയെക്കുറിച്ചാണ്. പലരും അറിയുന്ന കാര്യമാണ്. തെറാപ്പിക്ക് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് മേടിച്ച് ചികിത്സിക്കുന്നവരുണ്ട്. അത് തെറാപ്പി എന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മതലത്തിൽ എത്തിച്ചേരുമ്പോഴേ തെറാപ്പിയുടെ പൂർണ്ണമായ അനുഭവം ഉണ്ടാകത്തുള്ളൂ. തെറാപ്പി ഒരാളെ ടച്ച് ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴും ശരീരത്തെ ടച്ച് ചെയ്ത് ചെയ്യുമ്പോഴും എനർജിയുടെ വർക്കൗട്ടാണ് നടക്കുന്നത്. പലർക്കും അറിയത്തില്ല. പക്ഷേ അത് തിരുമുന്നുകൊണ്ടല്ല ആ സംഭവം ഉണ്ടാകുന്നത്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുള്ള സ്ഥലത്ത് ഏതൊരു വ്യക്തിയാണോ ഇതിനെപ്പറ്റി അറിയാവുന്നത്, അതായത് നാഡീഞരമ്പുകളെക്കുറിച്ചും മസിൽസിനെക്കുറിച്ചും അറിയാവുന്ന വ്യക്തി ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറേ സമാധാനം, കുറച്ച് ആശ്വാസം, അതിനോടൊപ്പം തന്നെ എനർജിയിൽ കൂടിയും ഇത് പ്രവഹിച്ച് ശരീരത്ത് ഗുണകരമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ പറയാനുള്ളത് സ്പീച്ച് തെറാപ്പിയുണ്ട്, സൗണ്ട് തെറാപ്പിയുണ്ട്, അങ്ങനെ കൗൺസിലിങ്ങിലുണ്ട്, അങ്ങനെ പലതരം തെറാപ്പിയുണ്ട്. ഇതിനകത്തിൽ വളരെ പ്രത്യേകമായി പറയാനുള്ള ഒരു തെറാപ്പിയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് റേക്കി, പ്രാണിക് ഹീലിംഗ് ഇങ്ങനെയുള്ള തലങ്ങളിൽ നിന്നും ഉയർന്ന് പീനിയൽ ഗ്ലാൻഡിൽ കൂടി പ്രവഹിക്കുന്ന എനർജി മറ്റൊരാളിലേക്ക് പ്രവഹിപ്പിച്ച് ആ വ്യക്തിയിൽ ശാരീരിക സുഖം കണ്ടെത്തുക എന്നുള്ളതാണ്, രോഗത്തിന് ശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹീലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മനസ്സാണ് എല്ലാത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മനസ്സാണ് കിടന്ന് വളരെയധികം ചാഞ്ചാടുകയും നമ്മുടെ ശരീരത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ശരീരത്തിലെ രോഗത്തെ അകറ്റണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ രോഗത്തെ അകറ്റിയാൽ മാത്രമാകും. മനസ്സിൻ്റെ ചഞ്ചലതയെ, മനസ്സിൻ്റെ സുഖമില്ലായ്മയെ മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവത്തുള്ളൂ. ഇന്ന് ഈ ലോകത്ത് മനസ്സിന് വേണ്ടി ഒരു വൈദ്യശാസ്ത്രം ഉയർന്നിട്ടില്ല. ഹീലിംഗ് കൊണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിനെ സൂക്ഷ്മതലത്തിൽ ശരിയാക്കിയെടുക്കുക, സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് പോസിറ്റീവായിട്ടുള്ള എനർജി ഒരു ശരീരത്തിൽ നിന്നും ആ ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് അയറ്റുമ്പോഴുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. ആ വ്യക്തിയിലുണ്ടാകുന്ന ഞെട്ടൽ, അതുപോലെ തന്നെ എനർജി പോലെ, അല്ലെങ്കിൽ ശരീരത്ത് കരണ്ട് പോലെ ശരീരത്തിൽ പ്രവഹിക്കുന്ന ഒരു ഞെട്ടലുണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ടാകുക, ഇതൊക്കെ എനർജി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന സംഭവമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനർജി ബ്ലോക്ക്സ് ഉണ്ടാവാറുണ്ട് ശരീരത്തിൽ. എനർജി ബ്ലോക്കുള്ള സ്ഥലത്ത് വേദന അനുഭവപ്പെടും. അതിനെ നമ്മുടെ ചികിത്സാ പദ്ധതി, അതായത് നമ്മുടെ മറ്റ് മരുന്നുകൊണ്ടുള്ള ചികിത്സാ പദ്ധതി കൊണ്ട് പെട്ടെന്ന് മാറ്റാൻ സാധ്യമല്ല. എന്നാൽ എനർജി കൊണ്ട് ഈ ബ്ലോക്കുകളെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഏതെങ്കിലും മാനസികമായ തലത്തിൽ ഏറ്റവും പ്രശ്നമായി കിടക്കുന്ന വ്യക്തികൾക്ക് ടെൻഷനിലേക്ക് പോയി അതായത് ആ വ്യക്തി അബ്നോർമലായിട്ട് മാറുന്ന ഒരവസ്ഥയിലൊക്കെ ഈ വ്യവസ്ഥിതി കൊണ്ട് ഒരു വ്യക്തിക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ കുറേ അനുഭവസ്ഥരാണ് സാക്ഷിപത്രവുമായിട്ട് ഇതിൻ്റെ കൂടെയുള്ളത്. അവരുടെ സാക്ഷിപത്രം എന്താണെന്ന്, അനുഭവം എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്തേ, എൻ്റെ പേര് കലാ ഹരിദാസ്. ഞാൻ പതഞ്ജലി സ്കൂൾ ഓഫ് യോഗ സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷത്തോളം ആകുന്നു. ആദ്യമായിട്ട് ഞാൻ അവിടെ പോകാൻ കാരണം എൻ്റെ ഒരു ചേച്ചിയാണ്. യോഗയിൽ എൻ്റെ ഒരു കൂട്ടുകാരിയായ ചേച്ചി എൻ്റെ മാനസികമായിട്ട് ശാരീരികമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് എന്നെ എന്നും വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. രാവിലെ യോഗ ചെയ്യുമ്പോൾ എനിക്കത് വയ്യ, ഇത് വയ്യ, എപ്പോഴും നെഗറ്റീവ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് സാറിനെ അടുത്ത് വിളിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. എനിക്കപ്പം ഞാൻ എപ്പോഴും യോഗ ചെയ്യുമ്പോൾ നെഞ്ചത്ത് വേദനയായിട്ട് എനിക്ക് ചെയ്യാൻ വയ്യ, കുനിയാൻ വയ്യ, ഇതൊക്കെ ഞാൻ പറയാം. അങ്ങനെ സാർ എന്നെ ഒരു ദിവസം ബ്ലെസ് ചെയ്തു. ബ്ലെസ് ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഉറക്കവേ എന്ന് പറയുന്നൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. സാർ ഇതെല്ലാം ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ഒരു എന്തോ ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം. ആ വേദനയ്ക്കൊരു ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ രാവിലെ വന്ന് യോഗ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചതിന് ശേഷം കിടന്ന് ഞാൻ ഉറങ്ങി. നല്ല ഉറക്കമെന്ന് വെച്ചാൽ നല്ല മതിമറന്നുള്ള ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിൽ എനിക്ക് കൈ പൊങ്ങുന്നില്ല, കാല് പൊങ്ങുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിളിച്ചു പോകുന്നു, മോളെ കൂടി അമ്മയുടെ കൈ പൊങ്ങുന്നില്ല, കാല് പൊങ്ങുന്നില്ല. എന്തോ ഞാനിങ്ങനെ വായിൽ കൂടി കിടന്ന് ഇങ്ങനെ കൈയും കാലും ഇതാക്കുക എന്നല്ലാതെ എനിക്ക് സംസാരശേഷി പോലും കിട്ടുന്നില്ല. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഞാൻ ഉണർന്നു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കൈയെല്ലാം പൊക്കി നോക്കി. എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇവിടെ ഇരുന്ന ഭാരം എങ്ങനെയോ ഇറങ്ങിപ്പോയിരിക്കുന്നു. സാറിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഗുരുനാഥനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്നതുപോലൊക്കെ എനിക്ക് സംഭവിച്ചു. ഞാൻ ശരിക്കും ഉറങ്ങി. ഞാൻ നല്ലതായിട്ട് ഉറങ്ങി. ഞാൻ അന്ന് പുച്ഛിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത്. സാർ ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. അത് ചുമ്മാതായിരിക്കുമെന്ന്. പക്ഷേ എനിക്കത് നല്ലൊരു 100% എനിക്കത് റിസൾട്ട് കിട്ടി.
പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾക്ക് സാർ എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഗുരുനാഥൻ്റെ അടുക്കൽ ചെന്ന് എനിക്ക് ഒരുപാട് ആ യോഗ സെൻ്ററിൽ ചെന്ന് എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഈ നിൽക്കുന്നതിനകത്ത് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ സാറ് ഒരുപാട് പേർക്ക് ഒരു ദക്ഷിണ പോലും സാറ് വാങ്ങിക്കാതാണ് നമുക്ക് സാറിൻ്റെ അനുഗ്രഹം തരുന്നത്. ഒരുപാട് പേർക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാജമ്മ എന്നാണ്. ഞാൻ കുറേ നാളുകൊണ്ട് എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ യോഗയുടെ കാര്യം ഞാൻ അറിഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. ഇന്ന് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമായി. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പോകാൻ വരട്ടെ, നമ്പർ ഒന്ന് ബ്ലസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ എന്നെ ബ്ലസ് ചെയ്തു. ബ്ലസ് ചെയ്ത സമയത്ത് എനിക്ക് 2 പ്രാവശ്യം പിന്നെ കരണ്ട് പാസ് ചെയ്യുന്ന പോലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. പിന്നെ കാലിൻ്റെ വേദനയ്ക്കൊക്കെ ഇച്ചിരി ശമനമുണ്ട്. പിന്നെ അപ്പം എന്നെ ബ്ലസ് ചെയ്ത് എൻ്റെ ഗുരുനാഥന് ഞാൻ 1000 നമസ്കാരം പറയുന്നു. എൻ്റെ പേര് മഞ്ജു അനിൽ. ഞാൻ ചിട്ടുളങ്ങര യോഗ സെൻ്ററിലെ ഒരു സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ വലത് കൈക്ക് ഭയങ്കര വേദനയാണ്. കൈ മേലോട്ട് പൊക്കാനോ കാത്തിടാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് ഞാൻ പണിക്കർ സാറിനോട് പറയുകയും സാറ് ബ്ലെസ് ചെയ്യുകയും തുടർന്ന് 1-2 ദിവസം കൂടി എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 1 മാസം ആകാൻ പോകുന്നു. ആ വേദന മാറിയിട്ട് വളരെ നല്ല മാറ്റമാണ് എനിക്കുണ്ടായത്. ഗുരുനാഥന് നമസ്കാരം. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമസ്കാരം. 2 ആഴ്ച കാലമായിട്ട് എൻ്റെ വലത് കൈക്ക് വളരെയധികം വേദനയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഷോൾഡറിന് താഴ്വശത്ത് മുട്ടിന് മുകളിലായിട്ട് എന്തോ ഒരു ഭാരം പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ, അതിനകത്തിൽ അസ്ഥിക്കുള്ളിൽ സൂചി കുത്തി വലിക്കുന്ന പോലുള്ള വളരെ ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. കൈ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. ഞാൻ യോഗ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് യോഗയൊന്നും ചെയ്യാൻ കൈ കൊണ്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കൈ കഴച്ചൊടിയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാനാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ യോഗ ചെയ്തിട്ട് അനങ്ങാതെ അങ്ങ് നിൽക്കുന്ന ഒരു ഇതായിരുന്നു. എന്നാൽ ഇന്നലത്തെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ വന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എന്നെ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈയുടെ ആ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. എന്തോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഭാരം, വളരെയധികം ഉള്ളൊരു ഭാരം കെട്ടി വെച്ചിരുന്നത് അത് അഴിച്ചു മാറ്റിയതുപോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇന്നലത്തെ സാറിനെ ബ്ലെസ് ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇന്നെനിക്ക് ആ കൈക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു വേദനയോ ഭാരമോ കിഴപ്പോ അങ്ങനെ യാതൊന്നും, കൈക്ക് കടച്ചിലോ ഒന്നും തോന്നുന്നില്ല. നല്ല ഉന്മേഷത്തോടു കൂടി എനിക്കിന്ന് ജോലി ചെയ്യുവാൻ പറ്റി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു സാർ എന്നെ ബ്ലെസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായത്. നമസ്തേ, ഞാൻ അമ്പലി കൃഷ്ണകുമാർ ആണ്. മാനസികമായിട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് പണിക്കർ സാറിനെ കുറിച്ച് കേൾക്കാൻ ഇടയായത്. എനിക്ക് ടെൻഷൻ കൂടിയിട്ട് തല പൊട്ടിപ്പോകുന്ന നിലയിലായിരുന്നു. അങ്ങനെ മെയ് 14 വ്യാഴാഴ്ച സാറിൻ്റെ ചിട്ടുളങ്ങര യോഗ ക്ലാസ്സിൽ രാവിലെ ഞാൻ എത്തി. എന്നെ ബ്ലെസ് ചെയ്തു സാർ. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ടെൻഷനൊക്കെ മാറി. രാത്രിയിലൊക്കെ ഇരുന്ന് കരയുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അത് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് സുഖമായിട്ട് ഉറങ്ങാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് വ്യത്യാസമായി എനിക്ക്. 1000 നന്ദി ഞാൻ സാറിനോട് പറയുകയാണ്. നമസ്തേ. എനിക്ക് ലെൻസിൻ്റെ അസുഖം കൊണ്ടും ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. സാറിൻ്റെ ബ്ലെസ്സിങ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും എൻ്റെ ശബ്ദം തിരിച്ചു വന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. സാറിനോട്